നമ്മുടെ ഫസ്റ്റ് കിച്ചണിൽ നിന്ന് സെക്കൻഡ് കിച്ചണിലേക്ക് പോകുമ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് ഫ്ലോറിൽ മൊത്തം ബ്ലാക്ക് ലെതറാണ്. ആ ബ്ലാക്ക് ലെതറിനെ നമ്മളൊരു വൈറ്റ് ബോർഡർ കൊടുത്തിട്ട് ഒരു സ്ക്വയറിൽ ബോർഡർ കൊടുത്തിട്ടുണ്ട് ഒന്ന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ കിച്ചൺ ടോപ്പിലും അതുപോലെ തന്നെ കിച്ചൻ്റെ വാളിലും ഒരേപോലെ കൊടുത്തിട്ടുള്ളത് നാനോ വൈറ്റാണ്. ഈ നാനോ വൈറ്റാണ് നമ്മളിവിടെ കിച്ചൺ ടോപ്പിന് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ നാനോ വൈറ്റ് കിച്ചണിന് ടോപ്പ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ പല സൈറ്റിൽ നിന്നും നമുക്ക് കംപ്ലൈൻറ്റ് വരുന്നതാണ് ഈ നാനോ വൈറ്റ് ഇത്ര ലെങ്ത് ഉള്ള പീസിൽ നിന്ന് നമ്മൾ ഈ സിങ്ക് കട്ട് ചെയ്യുന്ന ഭാഗത്ത് ഈ ഇത്ര ലെങ്ത്തിൽ സിങ്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് വരുന്നതും അവശേഷിക്കുന്നത് വെറും 1.5 ഇഞ്ച് മാത്രമാണ് ഡിഫറൻസ് ഉണ്ടാകുന്നുള്ളൂ. ഈ 1.5 ഇഞ്ച് ഡിഫറൻസ് ഇവിടെ വരുമ്പോൾ ഇതിൻ്റെ അടിയിലെ പാക്കിങ് കറക്റ്റ് അല്ലെങ്കിൽ പല സൈറ്റും നമ്മൾ കാണാറുണ്ട് ഈ കോർണർ ഇങ്ങനെ പൊട്ടിപ്പോകുന്ന സംഭവം കാണാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ എപ്പോഴും നമ്മൾ ഈ കബോർഡിൻ്റെ ഇവിടെ ഒരു പാക്കിംഗ് കൊടുക്കണം. പാക്കിംഗ് കൊടുത്തില്ലെങ്കിൽ ഈ പീസ് കട്ട് ചെയ്ത് പൊട്ടിപ്പോകാൻ ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇവിടെ പാക്കിംഗ് ചെയ്തിട്ടുള്ള വൃത്തിയിൽ ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് യാതൊരു കംപ്ലൈൻറ്റും നമുക്ക് കാണാൻ സാധിക്കുന്നതല്ല. അതുപോലെ തന്നെ ഈ വാളിൽ കൊടുത്തിട്ടുള്ളത് ഈ നാനോ വൈറ്റിനെ തന്നെ നമുക്ക് 8 ഇഞ്ച് കട്ട് ചെയ്തിട്ട് അതിനൊരു ടാപ്പർ ഒരു വി കട്ട് ചെയ്തിട്ട് അതുപോലെ തന്നെ അതിൽ അപ്പോക്സി ഗിൽറ്റഡ് അപ്പോക്സി ചെയ്തിട്ടാണ് നമ്മൾ വാള് കൊടുത്തിട്ടുള്ളത്. കിച്ചൺ ജനലിൻ്റെ ചുറ്റുഭാഗത്തും ഒരു ബോക്സ് പോലെ നാനോ വൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വൈറ്റ് കബോർഡ് തന്നെയാണ് അതിൻ്റെ ടോപ്പിലുള്ളത്. കളർ തീമായിട്ട് വളരെ മനോഹരമായിട്ട് തന്നെ ഈ കിച്ചൺ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്.